നമസ്കാരം. ആഗ്രഹങ്ങളാണ് ജീവിതത്തെ നയിക്കുന്നത്. ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ നമ്മൾ പല സാഹസങ്ങളും ചെയ്യാറുണ്ട്. സാഹസങ്ങൾ പലതും അപകടത്തിലെത്തിപ്പെടുകയും ചെയ്യും. ഈ ഓണക്കാലത്ത് സാഹസത്തിന് മുതിർന്ന് ഒരു അപകടത്തിലെത്തുന്ന ചെറുപ്പക്കാരനും അവനെ രക്ഷിക്കാൻ കുറച്ച് നന്മയുള്ളവരും ചേർന്നൊരുക്കുന്ന ഒരു കനേഡിയൻ മലയാളി നാടകത്തിലേക്ക് WMA നിങ്ങളെ സസ്നേഹം ക്ഷണിക്കുന്നു. സാഹസം. തിരക്കഥ ബിൻസൺ ജോസഫ്. സംവിധാനം ജസ്റ്റിൻ മാത്യു. അഭിനേതാക്കൾ ജോസുകുട്ടി വെല്ലികല്ലിങ്കൽ, ലിബു താമരപ്പള്ളിയിൽ, റാണി താമരപ്പള്ളിയിൽ, മനു എബ്രഹാം, മനു വർഗീസ്, അനീഷ് എബ്രഹാം, അൽഫോൺസ് ചെറിയാൻ, എലിസബത്ത് തോമസ്, അനൂപ് ചാമക്കാല, ബില്ല തോമസ്, ഡെന്നി ഡെസ്റ്റിനോൾ, ജോഷി സെബാസ്റ്റ്യൻ, സണ്ണി ടോറസ്. സാഹസം ആസ്വദിക്കുക. രണ്ടുപേരും നല്ല മൂഡിലാണല്ലോ. ഇതാരാ ശശാങ്കനോ? ഓ ഇതോ, ഞങ്ങൾ ഇവിടെ നമ്മുടെ WMAയുടെ ഓണം പ്രോഗ്രാമിന് ഒരു കപ്പിൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ അല്പം സ്വല്പം റൊമാൻസ്. ഓ, ഈ വയസ്സാം കാലത്ത്. മോനെ ശശാങ്ക, വീഞ്ഞിന് പഴുകുന്തോറും വീര്യം കൂടും. എൻ്റെ അച്ചായ നമിച്ചു. അതൊക്കെ വിട. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ചായ, അതും കൂടി ഒന്ന് അന്വേഷിക്കാൻ ഇങ്ങോട്ട് കയറിയത്. അച്ചായനല്ല അന്ന് കമ്മിറ്റി പറഞ്ഞത് ഈ പ്രാവശ്യത്തെ ഓണം ഒന്ന് കൊഴിപ്പിക്കാൻ മമ്മൂട്ടിയെ കൊണ്ടുവരാമെന്നോ അതോ ജോണി ആന്റിയെ കൊണ്ടുവരാമെന്നൊക്കെ. ഇതൊക്കെ വല്ലതും ഉള്ളതാണോ അതോ വെറുതെ ആളാകാൻ പറഞ്ഞതാണോ? എന്തായാലും ഓണം ഇങ്ങ് അടുത്തെത്തി. മോളെ, നീ ആ ചായ ശശാങ്കന് കൊടുക്ക. ഞാൻ അല്പം കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ചായ കുടിച്ചോളാം. അല്ല അച്ചായ, ഇത് നമ്മുടെ രാജുമോൻ്റെ വൈഫല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. അതെ അതെ, നമ്മുടെ രാജുവിൻ്റെ ഭാര്യ ബിനിമോളെ. സത്യം പറഞ്ഞാൽ അവനെ പോലെ തന്നെ നല്ല അടക്കവും ഒതുക്കവും ദൈവവും ഉള്ള ഒരു പെൺകൊച്ചാണ്. പിന്നെ ശശാങ്ക, നീ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ ഞാൻ രാജുമോനെ നാട്ടിൽ വിട്ട കാര്യം. അവന് സിനിമാ ഫീൽഡിലൊക്കെ നല്ല പിടിപാടില്ല. ഈ പ്രാവശ്യത്തെ ഓണാഘോഷത്തിന് ജോണി ആന്റണിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് അവൻ പോയിരിക്കുന്നത്. പറ്റിയ ആ അനിറോസിനെ കൂടെ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനും കൂടിയുള്ള പൈസ കൂട്ടിയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. അച്ചായൻ എന്താ ഈ പറയുന്നത്? ഇവരൊക്കെ സിനിമാക്കാരെ കണക്ഷൻ ഉണ്ടെന്ന് എനിക്കൊന്നും വിശ്വാസം പോരാ. അതുകൊള്ളാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് വേറൊരു കോള് വന്ന് എന്നെ ഹോൾഡ് ചെയ്തു. ചോദിച്ചപ്പോൾ കുഞ്ചാക്കോ പോകാനാണെന്ന് അവൻ പറഞ്ഞത്. ഏതോ പുതിയ മൂവിയുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണെന്ന് പോലും. അച്ചായ, അവൻ നമ്മുടെ പൈസ കൊണ്ട് പൊടിച്ച് കളയുമോ? അല്ല, ആളെ കൊണ്ടുവരുവാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്നെ അങ്ങ് കളിയാക്കി. ഈ വക്കച്ചൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് വേണം എനിക്ക് എല്ലാവരുടെ മുന്നിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. എന്റെ കർത്താവേ, അവൻ ഇത്രക്കാരനായിരുന്നു. അവന്റെ പെരുമാറ്റവും സംസാരവും കണ്ട ആരേലും പറയുമോ അവൻ ഫ്രോഡാണെന്ന്? എന്താ സോഫി, എന്റെ BP കൂട്ടാതെ കാര്യം എന്താണെന്ന് പറ. ആരായിരുന്നു ഫോണിൽ? എന്റെ ആങ്ങളെയാ വിളിച്ചത്. നിങ്ങൾ നാട്ടിലേക്ക് വിട്ട രാജുമോനെ അവിടെ പോലീസ് പിടിച്ചെന്ന്. കൊടുത്തുവിട്ട കാശ് മൊത്തം അവൻ ചീട്ട് കളിച്ച് കളഞ്ഞെന്നാ പറഞ്ഞു. നീ ശരിക്കും കേട്ടായിരുന്നോ? എന്റെ സംശയം രാജുമോനെയാണോ അതോ നിന്റെ ആങ്ങളെയാണോ പോലീസ് പിടിച്ചതെന്നാണ്. നിന്റെ ആങ്ങള ഒരു ഭൂലോക ഉടായ്പല്ലേ. അച്ചായ, നിങ്ങൾ അളിയൻ്റെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നാട്ടിലോട്ട് ഫോണങ്ങ് എടുത്ത് വിളിച്ചേ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഇനി വല്ലതും ഉള്ളതാണ് ആ പുറത്തിറക്കാനുള്ള വഴിയും നോക്ക്.
നാട് മുഴുവനും പിടിപാടുണ്ടെന്ന് പറഞ്ഞല്ലേ അച്ചായൻ്റെ നടപ്പ്. DGP തന്നെ വിളിച്ചേക്കാം. അല്ല വേണ്ട, ഈ നിസ്സാര കാര്യത്തിന് SP വിളിച്ചാൽ മതിയല്ലോ. എൻ്റെ പൊന്നു ഒക്കച്ചായ, നിങ്ങൾ ഒരു പോലീസുകാരനെ വിളിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ മെമ്പർ കുട്ടപ്പനെ വിളിച്ച് സ്റ്റേഷൻ വരെ വന്നു പോയി അന്വേഷിക്കാൻ പറ. ആ കുട്ടപ്പനെങ്കിൽ കുട്ടപ്പൻ. ഹലോ, കുട്ടപ്പനല്ലേ? കാനഡയിൽ നിന്നും വക്കച്ചനാണേ. വക്കച്ചായൻ. ഹലോ വക്കച്ചായ, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? അതെന്ത് ചോദ്യമാ കുട്ടപ്പ? ഒന്നും അല്ലല്ലോ, നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ. അതൊക്കെ വക്കച്ചായന് ഓർമ്മയുണ്ടായാ മതി. അതെ, പതിവില്ലാതെ എന്താ ഒരു വിധി? അത് പിന്നെ കുട്ടപ്പ, നമ്മുടെ ഒരു പയ്യനെ യാതൊരു കാരണം കൂടാതെ നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനാണ് ഒരു പഞ്ചപാവമാണ്, യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല. താൻ സ്റ്റേഷൻ വരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവനെ ഒന്ന് പുറത്തിറങ്ങണം. വക്കച്ചായൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോ നമ്മളെ ഒന്നും കണ്ടില്ല. മറ്റേ പാർട്ടിക്കാരെ കണ്ട് കുപ്പി പൊട്ടിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്താ വക്കച്ചായ അവനെ ഒന്നും പിടിക്കാത്തെ? ഇനിയെങ്കിലും ഓർത്തോ, ഒരാവശ്യം വന്നാൽ ഞാനൊക്കെ കാണും. അതെ, എന്താ അവന്റെ പേര്? അവന്റെ പേര് രാജ് എന്നാണ്. ഞങ്ങൾ ഇവിടെ രാജ്മോഹനെന്ന് വിളിക്കും. അവന് നാട്ടിൽ സിനിമാ ഫീൽഡിലൊക്കെ നല്ല പിടിപാടുള്ളവനാ. അത് കൊള്ളാലോ. അത്ര വലിയ പുള്ളിയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോകാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, SI പുതിയൊരാളാ. അയാളൊരു പ്രശ്നക്കാരനാണെന്നാ നാട്ടിലെ കരക്കമ്പി. പോലീസുകാർ പോലും പറയുന്നത് അവനൊരു ചൂടനാണ്. എന്തോ ഒരു ഒട്ടപ്പേര് അവർ പറഞ്ഞല്ലോ, ഇടിയൻ മാത്തൻ. ആർക്കിട്ടിടിക്കണമെന്ന് ഓർത്താ പുള്ളി ദിവസം എണീക്കുന്ന തന്നെ. ആരെയും കിട്ടിയില്ലെങ്കിലേ പുള്ളി ആ കാര്യത്തെ എന്റെ തീർക്കും. എടാ, നീ ഇതെല്ലാം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഇപ്പോൾ അവിടെ എല്ലാം ജനമൈത്രി സ്റ്റേഷനല്ലേ, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കുട്ടപ്പൻ നോക്കിയാൽ നടക്കാത്ത കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ ഒന്ന് പോയി അന്വേഷിക്കാം. എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. പുതിയ സേനൊന്ന് കാണുകയും ചെയ്യാം. അപ്പൊ ഓക്കെ. ഞാൻ ആ മെമ്പർ കുട്ടപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. എന്റെ കർത്താവേ, അസോസിയേഷന് വേണ്ടി സിനിമാക്കാരെ തപ്പിപ്പോയതാണ് എന്റെ കെട്ടിയം. ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഒരു പൊറല് പോലും വരുത്താതെ നീ നോക്കിക്കോണേ എന്റെ മാതാവേ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് തന്നെ അങ്ങേരുടെ മുതുകടിച്ചു പൊളിക്കാനുള്ള ഭാഗ്യം എനിക്ക് നീ തരണേ എന്റെ അന്തോണീസ് പുണ്യാളാ. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും സിറ്റുവേഷൻ മാറി. ചായം വട്ടയും കൈകളിലേന്തി, ചായം വട്ടയും. കുട്ടമ്പിള്ള സാറേ, കുട്ടമ്പിള്ള സാറേ, എന്റെ പൊന്നു, ഇതെന്തുവാ സാറേ ഒരുമാതിരി യക്ഷിനെ കണ്ട പോലെ? ഞാനോർത്ത് എന്റെ ഭാര്യയാണെന്ന്. ബെസ്റ്റ്. എന്തൊരു മൂർഖമണിയായിരുന്നു സാറേ ഇത്. എന്നെ കൂടെ വലിച്ചു കയറ്റുമല്ലോ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. SI പറഞ്ഞിട്ട് കള്ളന്മാരെ പിടിക്കാൻ നടക്കുമായിരുന്നു. അയാൾക്ക് ചുമ്മാ പറഞ്ഞാൽ മതി, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു നടക്കുമല്ലേ കള്ളന്മാർ. കള്ളന്മാരൊക്കെ ഭയങ്കര ഹൈടെക് ആയി. നമ്മൾ അനന്യ അവന്മാരറിയും. അതുപോട്ടെ, ഈ SI സാർ എവിടെ പോയിരിക്കുക? സാർ ഒരു ചീട്ടുകളി സംഘത്തെ പിടിക്കാൻ പോയിരിക്കുക. നമ്മുടെ ആലിഞ്ചൂട് ഭാഗത്ത് ക്യാഷ് വെച്ചിട്ട് ചീട്ടുകൾ നടക്കുന്നതെന്ന് കുറച്ച് നാളായി നാട്ടുകാരുടെ പരാതി. അല്ലേലും ശരിയാ സാറേ, ആ വഴിക്ക് നടക്കാൻ തന്നെ പേടിയാ. അവന്മാരുടെ ഒരു നോട്ടവും പറച്ചിലും. ദിവസവും ലക്ഷങ്ങളുടെ കളിയാണ് നടക്കുന്നത്. ഇന്ന് എന്തായാലും അവന്മാരുടെ കളി നിൽക്കും. SI ഇടിയമ്മാതൻ അവന്മാരുടെ എല്ലൂരും. കയ്യിൽ കിട്ടുന്നവന്റെ കാര്യം കട്ടപ്പോക. ഹലോ പോലീസ് സ്റ്റേഷൻ. ശരി സാർ, ഓക്കെ സാർ, പറയാം സാർ. ആരാ ടിറ്റുമോളെ വിളിച്ചേ? SI സാറെ വിളിച്ചത്. ചീട്ടുകളിക്കാരെയും കൊണ്ട് സാറ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട്. ഒരു കാനഡക്കാരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഗതികെട്ട കാനഡക്കാരനാ ഇവിടെ വന്ന് ചീട്ട് കളിക്കാന്? സാറിനൊരു കാര്യം അറിയോ? ഞാനും പണ്ടൊന്ന് IELTS ഒക്കെ എഴുതിയതാ കാനഡയ്ക്ക് പോകാൻ. പക്ഷെ എന്റെ ബ്ലക്ലാവറീസ് അവർക്കൊന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതെന്ത് പറയാ ടിറ്റുമോളെ? അതാണ് സാറേ വാക്കുകളിലെ വ്യത്യസ്തത. എന്തൊരവസ്ഥ!
ഇവനെ മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. അത് പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ. എന്നെ കണ്ടപ്പോഴേക്കും എല്ലാവരും ഓടി. ഇവൻ കാനഡയുള്ള ബർഗറും ചിക്കനും അടിച്ച് ഓടാൻ വയ്യാൻ നിൽക്കുക. പിന്നെ ഇവനെ കിട്ടി. ഇവനോ? ഇവൻ നമ്മുടെ ബാക്രി ഗോപാലനല്ലേ? കുട്ടമ്പളയ്ക്ക് ഇവനെ അറിയാമോ? അറിയാവോന്നോ? ഇവന്റെ ചരിത്രം പറഞ്ഞാൽ ഇന്ന് തീരത്തില്ല. കൊള്ളാം. നീ എങ്ങനെയാണോ ഇവനുമായി പരിചയം? എന്റെ പൊന്നു സാറേ, ഇവരെല്ലാ പ്രാവശ്യവും കാനഡയിൽ വരുമ്പോ ഓരോ ബ്ലാക്ക് ലെവൽ കൊണ്ട് തരുന്നയാ. അത് ഇത്തവണ കിട്ടിയതുമില്ല. ഈ പ്രാവശ്യം ഇവന്റെ കൂടെ കൂടിയിട്ട് എന്റെ പെണ്ണുമ്പളയുടെ കെട്ടുതാലി വരെ ഞാൻ പണയത്തി വെച്ചിട്ടാ ഞാൻ ഈ പ്രാവശ്യം ചീട്ട് കളിക്കാൻ വന്നത്. സാറേ, ഇവൻ കാനഡക്കാരനോ? ഇവനെ കണ്ടിട്ട് സൊമാലിയിൽ നിന്ന് വന്ന പോലെ ഉണ്ടല്ലോ. ശരിയാ സാറേ, ഇവൻ കാനഡക്കാരനൊന്നും അല്ല. നമ്മുടെ വക്കച്ചായൻ കാനഡയിലല്ലേ? കാണാൻ നല്ല ആപ്പിൾ പോലെ ഇരിക്കും. ഇവൻ ഏത് കാനഡ? Hey, look, man. I'm from Canada, not from Somalia. Don't insult me, okay? ടിന്റുമോളെ, അവനൊന്ന് ചോദിക്കും. ഫ്രഷ് ആയിട്ട് വരട്ടെ. ഹേയ്, എനിക്കറിയാമല്ല എനിക്ക് ചോദിക്കുക. മാഡം എന്തിനാ ഈ സ്റ്റേഷൻ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത്? ഞാൻ കാനഡയ്ക്ക് ഒരു വിസ ശരിയാക്കി തരട്ടെ. കാനഡയ്ക്കോ? വിസയോ? ടിന്റുമോളെ, ഈ വേട്ടാവളി അങ്ങനെ പലതും പറയും. അങ്ങോട്ട് മാറി നിൽക്കടാ. SI സാർ വരുമ്പോൾ നിനക്ക് അങ്ങേ ലോകത്തേക്കുള്ള വിസ തരും. എന്താ നിന്റെ പേര്? I'm Ari Japan from Buffalo Field. എന്ത് പേരാണ് ഇത്? ഒന്നുകൂടി പറഞ്ഞേ. My name is Ari Japan from Buffalo Field. നിർത്തണ ഇംഗ്ലീഷ്. ശരിക്കുള്ള പേര് വേണം. രാജപ്പൻ പോത്തുങ്കണ്ടം. അവന്റെ ഒരു ബഫല്ലോ ഫീൽഡ്. ടിന്റുമോളെ, ക്യാരി ഓൺ. You proceed, babe. എന്താണ് നിന്റെ ജോലി? I am a professional three-card player. എന്താ നിനക്ക് മലയാളം അറിയില്ലേ? ഇനി ഇംഗ്ലീഷ് പറയാൻ ചവിട്ടി നിന്റെ എല്ലാം അടിക്കും ഞാൻ. Stop it. അതെ, അറിയാൻ വേണ്ടി ഇരിക്കുക. ആ മേഡത്തിന് ഇടിക്കാനൊന്നും അറിയത്തില്ലേ? അറിയില്ലടാ. ബട്ട് ഞാൻ ശ്രമിച്ചു നോക്കാം. ആഹാ, വായു വായു, സോണിയാവൂ, വരട്ടെ വരട്ടെ. നിന്റെ വാചകോടി. നീ എത്ര വരും പഠിച്ചിട്ടുണ്ട്? I have completed my masters in VN and PA. അതെന്ത് ഡിഗ്രി ആണ്ടാ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതാണ് മാസ്റ്റേഴ്സ് ഇൻ വൈനോട്ടം ആൻഡ് പഞ്ചാരിയടി. മൊത്തത്തിൽ നീ ഒരു ഭൂലോകം കൂടായി പാണല്ലോടാ. ഇങ്ങോട്ട് മാറിക്കടാ. കേരള മണ്ണിനായി ഉയരം ചിന്തിയ ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ, കേരള മണ്ണിനായി തെരുവിലുടനുക ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. എന്തൊക്കെയുണ്ട് കുട്ടൻപിള്ളയെ വിശേഷം? പുതിയ SI ചാർജ് എടുത്തൊന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഒന്നും കണ്ടില്ല. ആളൊരു ചെറ്റയാണല്ലേ? എന്നെ അറിയാമല്ലോ. എൻ്റെ അടുത്ത് കളിച്ച് ഞാൻ അവനെ കാസർഗോട്ടേക്ക് അടിക്കും. അവൻ ചെറ്റയാണെങ്കിലേ ഞാൻ ഭൂലോകം കിട്ടുക. കുട്ടൻപിള്ള എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളെ മാറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആ ചെറ്റയെ മാറ്റുന്ന കാര്യം. കുട്ടൻപിള്ള സാറേ, ടിന്റുമോളെ, സാർ എന്നോട് ക്ഷമിക്കണം. സാറേന്നോ? കുറച്ചു മുമ്പ് നീ അങ്ങനെയല്ലല്ലോ വിളിച്ചേ. കാക്കിയിട്ടവനെ കടന്ന് നിനക്കടാ ചൊറിയുന്നുണ്ടോ? നിന്റെ ചൊറിച്ചിന് ഞാൻ മാറ്റി തരാം കേട്ടോ. മുട്ടുകാലും താമ്പ് തമ്പിയാണല്ലോ. അങ്ങോട്ട് മാറിക്കടാ. ചെറ്റയെന്നല്ലേ? അത് ഞാൻ എന്നെ തന്നെ വിളിച്ചത്. എന്നാൽ കുഴപ്പമില്ല. ആട്ട മെമ്പറെ, എന്താ ഈ വഴിക്കൊക്കെ? ഞാൻ ആ കാനഡക്കാരനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നു. അവനൊന്ന് കാണാൻ പറ്റുമോ സാറേ? അതിനെന്താ ടിന്റുമോളെ, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. സാറേ, ഇവനാണോ രാജ്? തനിക്കിവനെ നേരത്തെ അറിയാമോ? എന്റെ പൊഞ്ഞ് സാറെ അറിയാമെന്നോ? ഇവൻ ഓരോ സമയത്ത് ഓരോ പേരിലല്ലേ അറിയപ്പെടുന്നത്. പണ്ട് വടക്കേമുറിക്കാരുടെ പറമ്പിൽ നിന്ന് തേങ്ങ മോഷ്ടിച്ചതിന് ഇവനെ നാട്ടുകാർ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിൽ കെട്ടിയിട്ടു. അന്ന് ഇവന്റെ പേര് രാജപ്പൻ തെങ്ങമ്മൂട്. അത് കഴിഞ്ഞ് ആനക്കാട്ടുകാരുടെ പറമ്പിൽ നിന്ന് ഓട്ടുവാൻ മോഷ്ടിച്ചു. അന്ന് കിട്ടിയ പേര് ഓട്ടുവാൻ രാജപ്പൻ. അങ്ങനെ എത്ര പേര്. എന്നാൽ ഇവൻ എങ്ങനെ കാനഡയിലെത്തി? അതൊന്നും എനിക്കറിയണ്ട. താൻ ഇവരെ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ടോ ഇല്ലയോ? എന്റെ പൊഞ്ഞ് സാറേ, ഞാനല്ല. ഇവൻ കാനഡയിൽ ആരെ പറ്റിച്ച് വന്നിരിക്കുന്നത് ആര് കണ്ടു? അപ്പൊ മെമ്പർ പോകും. അപ്പൊ ഇതൊരു സ്ഥിര ഏർപ്പാടല്ലേ? സാറേ നമസ്കാരം. എൻ്റെ പേര് ജോസൂട്ടി എന്നാണ്. ഞാൻ സാറ് കസ്റ്റഡിയിലെടുത്ത രാജ്മോനെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നതാണ്. ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. ഞങ്ങൾ അക്കരക്കാഴ്ചയിലൊക്കെ മുടങ്ങാതെ കാണാറുണ്ട്. ഞങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണം സാർ. താങ്ക് യു. ഞാൻ രാജുവിനോട് ഒരല്പം സംസാരിച്ചോട്ടെ. അതിനെന്താ, ആയിക്കോട്ടെ. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? എന്നെ നേരത്തെ അറിയുമായിരിക്കും അല്ലേ? അറിയുമോന്നോ? നീ വേൾഡ് ഫേമസ് അല്ലേ?
വക്കച്ചനെ വിളിച്ചിരുന്നു. നിന്റെ കള്ളത്തിലൊന്നും അങ്ങേർക്കറിയത്തില്ലല്ലോ. നീ എന്തിനാണ് കൊച്ചെ അങ്ങേരെ ഇങ്ങനെ പറ്റിക്കുന്നത്? എൻ്റെ പൊന്നച്ചായ, ഞാൻ നാട്ടിൽ വന്ന് വരാൻ ക്യാഷ് ഇല്ലാതെ കറങ്ങി നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വക്കച്ചായ വിളിച്ച് ജോണി ആൻ്റണീനെ ഹണി റോസിനെയൊക്കെ കൊണ്ടില്ലെന്ന കാര്യം പറയുന്നത്. ജോണി ആൻ്റണീനെ കുറിച്ച് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഹണി റോസിനെ ഒന്ന് കാണാൻ മാത്രം ട്രിവാൻഡ്രലോട്ട് ഞാൻ 10 തവണ കണ്ട എൻ്റെ അച്ചായ. അല്ലാതെ ഇവരൊന്നുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എടാ ഭയങ്കര, നീ ആള് കൊള്ളാമല്ലോ. വക്കച്ചൻ വിചാരിച്ചിരിക്കുന്നതേ നിനക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ല പിടിപാടുണ്ടെന്നാണ്. എടാ അദ്ദേഹം വർഷങ്ങളായി വിൻസറിലുള്ള ആളല്ലേ. നിങ്ങളുടെ അസോസിയേഷൻ തുടങ്ങിയ കാലം മുതൽ അങ്ങേര് അതിൻ്റെ പ്രവർത്തകനല്ലേ. അദ്ദേഹത്തെ പോലെ ഒരാളെ ഇങ്ങനെ പറ്റിക്കാൻ കൊള്ളുവോ? അച്ചായ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. കീച്ചുകളി എനിക്കൊരു വീക്ക്നെസ്സാണ്. ഇവിടെ വന്ന് അവന്മാർ കളിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. വക്കച്ചായ തന്നുവിട്ട ക്യാഷ് എല്ലാം അവിടെ പോയി അച്ചായ. ഈ ചീട്ടുകളി ഒന്ന് നിർത്താനും കൂടിയാണ് ഞാൻ കാനഡയിലേക്ക് പോയത്. അതിപ്പോൾ പണ മേടിച്ച് പന്തളത്തി ചെന്നപ്പോൾ പന്തം കുളത്തിപ്പട എന്ന് പറഞ്ഞ പോലെ ആയി. ആ വിൻസറിൽ റെജി എന്ന് പറഞ്ഞ ഒരു താടിക്കാരനുണ്ട്. ഒരു അവധി ദിവസമോ വീക്കെൻഡോ ആയാൽ അപ്പോൾ ഇറങ്ങും പെട്ടിയും കൊണ്ട് കീച്ച് കളിക്കാൻ എന്ന് പറഞ്ഞു. ഞാനൊരു ലോല ഹൃദയനില്ല അച്ചായ. സാരമില്ല, തെറ്റുപറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പറ്റിയ തെറ്റുകൾ തിരുത്തുമ്പോഴല്ലേ നമ്മളൊക്കെ മനുഷ്യരാകുന്നത്. ഏതായാലും ഞാൻ ഈ സമയത്ത് നാട്ടിലേക്ക് വെക്കേഷൻ വന്നത് നന്നായി. എനിക്ക് തെറ്റുപറ്റിപ്പോയി അച്ചായ. ഇനി ഞാൻ ചീട്ടുകളി സകല ഉടായിപ്പോ എല്ലാം നിർത്തും അച്ചായ. ഗുഡ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. നിനക്ക് ഒരു എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ തയ്യാറായിപ്പോ. ഈ ഊടായ്പൊക്കെ നിർത്തി അവിടെ ചെന്ന് വല്ല ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. വളരെ നന്ദി അച്ചായ. അച്ചായ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ, ഇനി എന്നെയും പറ്റിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഹേയ് അല്ല അച്ചായ, ഈ വർഷത്തെ WMA ഓണം ആഘോഷത്തിന് അച്ചായന് വരാമോ? അതാവുമ്പോൾ എനിക്ക് വക്കച്ചായൻ്റെ മുന്നിൽ പോയെന്ന് പറയാമല്ലോ. ഞാൻ ആ സാറിനോടൊന്ന് സംസാരിക്കട്ടെ. നിന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകട്ടെ. സാറ് ജാമ്യത്തിന് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ? അയ്യോ ജോസുടി ചായ, കേസ് എടുത്തു പോയല്ലോ. കൊട്ടമ്പളെ, നമ്മളിപ്പം എന്താ ചെയ്യാൻ? നമുക്ക് ഈ മാക്രീനെ അങ്ങ് അകത്തിട്ടല്ലോ സാറേ. എന്നിട്ട് അവനെ അങ്ങ് വിട്ടേക്കാം. എന്നാ അച്ചായ, അവനെ കൊണ്ട് പൊക്കോ. മാക്രിഗോപാല, ഞാൻ പോയിട്ട് വരാടാ. നമുക്ക് അടുത്ത വരവിന് കാണാം. നീ സുഖമായിട്ടിരിക്കും കേട്ടോ. രാജു, നീ പിന്നെയും അസോസിയേഷനിലെ ഓണാവേശത്തിന് നമുക്ക് പോകണ്ടേ? Mom, told you many times, don't call me Maria. You guys name me Mary Ann. Anyway, I'm going for a date. ഡേറ്റോ? ഓ, ആ ജോൺസന്റെ കൂടി ആയിരിക്കും. What? Johnson is like my bro. പിന്നെ നീ ആരുടെ കൂടെ പോകുന്ന മോളെ? അവൻ എവിടെ ഉള്ളവനാ? I'm going with Freddie. He's from Chicago. അയ്യോ, ആ വെള്ളക്കാരനാണ്. അവര് തമ്മിൽ ചേരുമെങ്കിൽ നമുക്ക് അങ്ങ് നടത്താമെന്നേ. എൻ്റെ വക്കച്ചായ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? ദൈവമേ, നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യമല്ലേ. നീ ഇങ്ങനെ ഒരു ചതി ചെയ്യും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ല, മോൾക്ക് അവനെ എങ്ങനെയാ പരിചയം? എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ആരാടി? എൻ്റെ കർത്താവ്, ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ച് കിട്ടിയ ജോലിയായില്ലേ. നിനക്കൊരു ജോലി കിട്ടാൻ ഞാൻ നേരത്തെ നേടാത്ത പള്ളികളില്ല. ആ ജോലിയുടെയും മോളിയുടെയും പിള്ളേരൊക്കെ നല്ല അന്തസ്സായി പള്ളി പോയി മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നു. അതെങ്ങനെ? നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ലല്ലോ. പിശാചിൻ്റെ കളികളാണിത്. ഇവളുടെ തലയിൽ 2 കൊമ്പ് വന്നിട്ടുണ്ട്. ഞാൻ അവരെ പോലെ ഒന്നുമല്ല. ഞാൻ ഇത്തിരി യുണീക്കാണ്. യുണീക്ക്? നിന്റെ അമ്മായിമ്മയുടെ ഒരു യുണീക്ക്. ഇവൾ എവിടുത്തെ രാജകുമാരില്ല. ഞാൻ ആ ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുക. അവൾക്കൊരുത്തനെയും വേണ്ട. അവൾക്ക് താടിയുള്ളവനെ വേണ്ട, നിശയുള്ളവനെ വേണ്ട. ഇവൾ നമ്മളെ ചതിക്കുമായിരുന്നു വക്കച്ചായ. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന സന്തതികൾ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. വക്കച്ചായോ, നമസ്കാരം. എന്തോ കാര്യമായിട്ടുള്ള ഡിസ്കഷനിലായിരുന്നു തോന്നല്ലോ. ഓ, ഇതാരാ ജോർജ് കുട്ടിയോ? എത്ര നാളായി താങ്കളെ കണ്ടിട്ട്. ഈ മുഖം തന്നെ അങ്ങ് മറന്നുപോയി. ഓ, ഇവിടെ ഞങ്ങൾ ഓണത്തിന്റെ സ്കിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അല്ലേ സോഫി? അമേരിക്കയിലോട്ട് പോയിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. വിൻസറുകാരെയൊക്കെ മറന്നോ?
പുള്ളി ഇപ്പൊ ഫോമായിട്ട് സെക്രട്ടറി ഒക്കെ ആയില്ലേ, പിന്നെ എവിടെ സമയം കിട്ടാനാ? ഒന്നും പറയണ്ട ചേച്ചി, സത്യം പറയാമല്ലോ, വളരെ തിരക്കായിപ്പോയി. എല്ലായിടത്തും ഓടിയെത്താൻ പറ്റണ്ടേ ചേച്ചി. പിന്നെ നമ്മൾ എന്തെല്ലാം മറന്നാലും വിൻസറിനെ മറക്കും. പറഞ്ഞ പോലെ വിൻസറിലെ ഓണാഘോഷ പരിപാടിയൊക്കെ എവിടെ വരെ അയച്ചാൽ നമ്മുടെ പഴയ ഉഷാറൊക്കെ ഉണ്ടോ? കുട്ടനാട് പ്രദേശമൊക്കെ ഇപ്പോഴും ഉണ്ടോ അവിടെ? ഉണ്ടോന്നോ? ജോർജ് കുട്ടി ഒന്ന് കണ്ടു നോക്ക്. വിൻസറേ പഴയ വിൻസറൊന്നും അല്ല. എടാ പിള്ളേരെ ഒന്ന് ഇറങ്ങി വാടാ, കാണിച്ചു കൊടുക്കണം മക്കളെ നമ്മുടെ വിൻസറിന്റെ ആവേശം. तेरा तौबा 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 हुस्न तेरा तौबा 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 हुस्न तेरा तौबा 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 हुस्न तेरा तौबा 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 तौबा. എന്താ ഉഷാറ്, വിൻസറിലെ പിള്ളേരങ്ങ് അടിച്ച് പൊളിച്ചല്ലോ. എന്നാ എല്ലാവരും വാ, നമുക്കകത്ത് പോയി എന്തെങ്കിലും കഴിക്കാം. മോളെ ഒന്ന് നിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ അങ്കിൾ? മോൾക്ക് ഓണാഘോഷത്തിന് പോകാൻ ഭയങ്കര മടിയാൻ തോന്നുന്നല്ലോ. അത് പിന്നെ അങ്കിളെ, എനിക്ക് ബോറടിക്കും. മോൾക്ക് ഓണത്തെ പറ്റി ഒന്നും അറിയാഞ്ഞിട്ടാണ്. എൻ്റെയും മോളുടെ ഡാഡിയുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഓണക്കാലം. പൂ പറിക്കലും പൂക്കളമിടലും പലതരം കളികളും പുത്തനുടുപ്പും ഓണസദ്യയും ഒന്നും പറയണ്ട. എന്തൊരു ആഘോഷത്തിമർപ്പായിരുന്നു അന്നത്തെ കാലം. മോള് മഹാബലി എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ അങ്കിൾ? വർഷങ്ങൾക്ക് മുമ്പ് കേരളനാട് ഭരിച്ചിരുന്ന ദാനശീലനും ധർമ്മിഷ്ഠനുമായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു മഹാബലി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. മോളിത് കേട്ടിട്ടുണ്ടോ? ഇതെന്താ കവിതയോ? മോൾക്കറിയോ, മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ചിരുന്ന കാലം എല്ലാ ജനങ്ങളും സന്തുഷ്ടരായിരുന്നു. ജാതിയുടെയോ സമ്പത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ സദ്ഭരണത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പരന്നു. മോളെ, മറ്റെല്ലാ കഥകളിലെയും പോലെ മഹാബലി ചക്രവർത്തിയുടെ കീർത്തിയിലും സദ്ഭരണത്തിലും അസൂയ പൂണ്ട അസന്തുഷ്ടരായ ദേവന്മാർ അദ്ദേഹത്തെ എന്നേക്കുമായി പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നിരുന്നാൽ വർഷത്തിൽ ഒരു തവണ തൻ്റെ പ്രജകളെ വന്ന് സന്ദർശിക്കാനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ തിരുവോണ നാളിൽ നമ്മളെ കാണാനായിട്ട്, തൻ്റെ ജനങ്ങളെ ഒരു നോക്ക് കാണാനായിട്ട് അത്യധിക സന്തോഷത്തോടെ എഴുന്നള്ളുന്ന മഹാബലി തമ്പുരാൻ നമ്മളൊരുക്കുന്ന വലിയ വരവേൽപ്പാണ് ഓണം. ആ സന്തോഷത്തിൽ, ആ ആഹ്ലാദത്തിൽ നമുക്കും പങ്കെടുക്കണ്ടേ പോലെ? ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്കിളെ. എല്ലാവരും തിരക്കിലാണ്. പക്ഷെ മോള് കൂടി ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്താൽ മോളുടെ ഡാഡിക്കും മമ്മിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. തീർച്ചയായും ഞാനും വരും അങ്കിളെ. പക്കച്ചായ, ചേച്ചി ഇങ്ങ് വന്നേ എല്ലാരും. മോള് പറഞ്ഞത് കേട്ടോ, അവൾ ഓണാഘോഷ പരിപാടിക്ക് കൂടെ വരുന്നുണ്ടെന്ന്. അവൾ നല്ല കുട്ടിയല്ലേ. പക്കച്ചായൻ എന്തായാലും നല്ല ഭാഗ്യമുള്ള ആളാണ്. അത് കൊള്ളാമല്ലോ, ഇത്ര പെട്ടെന്ന് അവളുടെ മനസ്സ് മാറിയോ? വാക്കിച്ചായോ? ഞാൻ പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ടുണ്ടായി. നീ അവരെ കൊണ്ടുവന്നോ അതോ അവര് നിന്നെ കൊണ്ടുവന്നു? അച്ചായോ, ക്രിസ്മസിന് നമുക്ക് ലാലേട്ടനെയും ഹണി റോസിനെയും കൂടി ഒന്ന് നോക്കിയാലോ? മിണ്ടി പോയി.
കളി തുടങ്ങി